നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ. അതിന്റെ 4-ാമത്തെ ഭാഗത്ത് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അടുത്ത വാക്യത്തിലേക്കാണ്. അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം എഴുതിയിരിക്കുകയാണ് 16-ാമത്തെ വാക്യത്തിൽ. അന്ന് യഹൂദിയയിലുള്ളവർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് ഈ യഹൂദിയയിലുള്ളവര്? അപ്പൊ നമ്മൾ AD 70 ക്രിസ്ത്യാനികൾ യെരുശലേം വിട്ട് ഓടിപ്പോയി എന്ന് നമ്മൾ കാണുന്നു. AD 70, അതായത് യോർദാൻ നദിക്ക് അക്കരെയുള്ള പർവ്വതങ്ങളിൽ അഭയം പ്രാപിച്ച്, എന്നാൽ യുഗാന്ത്യത്തിൽ വരുവാനിരിക്കുന്ന പീഡകൾ അതിനേക്കാൾ ഭീകരവും ഭയാനകവുമായിരിക്കും. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദാനിയേൽ 12:1, ദാനിയേൽ 12:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അതിന്റെ 1-ാമത്തെ വാക്യം. അക്കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇക്കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നവർ മാത്രം രക്ഷപ്പെടും, അല്ലാത്തവരെന്ത് ചെയ്യും? ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് വളരെ വ്യക്തമായിട്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അക്കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? അവിടെ രേഖപ്പെടുത്തുന്ന യുഗാന്ത്യത്തിൽ എന്നാണ്. യുഗാന്ത്യത്തിൽ വരുവാനിരിക്കുന്ന പീഡകൾ. അപ്പോ വെളിപ്പാട് പുസ്തകം 7:14 നമ്മൾ വരുമ്പോ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 7:14, 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, 7:14. 7:14 നമ്മൾ കാണുന്നു. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 14-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യത്തിൽ യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ, ആരാണ് കുഞ്ഞാട്? യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെയാണ് ഇവിടെ കുറിക്കുന്നത്, അല്ലെ? നമ്മൾ ദാനിയേലിന് 12:1 ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ടവരെന്ന് അവിടെ കാണുന്നു, അല്ലെ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലേ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുവാനുള്ള രക്ഷാമാർഗം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ലെ? ഇവിടെ പ്രധാനമായും ചോദിക്കുന്നത് അതാണ്. അല്ലെ? അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവിന്റെ അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പൊ പുസ്തകത്തിൽ പേര് ചേർക്കണം. അപ്പൊ പുസ്തകത്തിൽ പേര് ചേർക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവിന്റെ രാജ്യം വരുമ്പോ പ്രവേശിക്കാനൊക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരുടെ നാമത്തിൽ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അവന്റെ പുസ്തകത്തിൽ പേരുള്ളൂ. അല്ലാതെ എല്ലാവർക്കും പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ആരുടെയും പേര് പ്രതിപാദിക്കണമെങ്കിൽ ആ പുസ്തകത്തിൽ ആദ്യം പേര് വരണം. അതുകൊണ്ടാണ് പുസ്തകം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ. അപ്പൊ പുസ്തകത്തിൽ എഴുതി കാണുന്നവൻ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടല്ലേ, ജീവന്റെ പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകം. അങ്ങനെ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ്? കാരണം കർത്താവ് ചിലരുടെ പേര് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ആരൊക്കെ പോകും, അല്ലേ? ഇപ്പൊ നമ്മള് ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയാണ് ഇന്ന ആള് പോകും. പക്ഷെ അതല്ല, കർത്താവിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. അല്ലാത്തവനൊന്നും പോകുകയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 13 വരുമ്പം 13-ാം അധ്യായത്തില് വെളിപ്പാട് പുസ്തകം നമ്മള് 13-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 13-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരെ എല്ലാവർക്കും വലങ്കൈമേലും നെറ്റിയിലോ മുദ്ര കിട്ടുമാർ മൃഗത്തിന്റെ പേരോ സംഖ്യയോ ആയുള്ള മുദ്രയുള്ളവനെ അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വയ്യാതെയാക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 17-ാമത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ അവിടെ മൃഗത്തിന്റെ പേരോ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങിക്കുവാനും വിൽക്കുവാനും ചെയ്യാൻ വയ്യാതെയാക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ ജ്ഞാനം ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666 എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മൃഗത്തെ നമസ്കരിക്കുക അല്ലെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുമ്പോ, ജാതികളുടെ ഇടയിൽ നോക്കുമ്പോൾ നമുക്കറിയാം വിഗ്രഹ സേവയുണ്ട്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ നമസ്കരിക്കുക, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അല്ലെ? അപ്പൊ വിഗ്രഹത്തെ ബിംബത്തെ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അവരെല്ലാം ഏവരും പുറത്തു തന്നെയാണ്. ദൈവവചനത്തിനകത്ത് അവർക്ക് പ്രവേശനമില്ല. അങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ പ്രവേശനവുമില്ല എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും വിഗ്രഹത്തെ ഇപ്പോഴും ആശ്രയിക്കുന്നവരുണ്ട്, അല്ലെ? വിഗ്രഹത്തോട് പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ശരിക്കും എന്താണ്? അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നിങ്ങൾ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്ന പതിവുണ്ടായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്റെ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് കഷ്ടം വരുന്നത് പെട്ടെന്നായിരിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മളെ 17-18 വാക്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ വായിച്ചതില് അവിടെ കഷ്ടങ്ങൾ കാണുന്നു, അല്ലേ? കഷ്ടം വരുന്നു. കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പലതര കഷ്ടങ്ങളാണ്. ഒരു കഷ്ടമല്ല, പല കഷ്ടങ്ങൾ. യുദ്ധങ്ങളുണ്ടാകാം, യുദ്ധഭീതി ഉണ്ടാകാം,
ഇങ്ങനെ പല രീതിയിലുള്ള കഷ്ടങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അത് AD 70 നമ്മൾ നോക്കുമ്പോൾ തിത്തോസ് അനേകം മാസങ്ങൾ യെരുശലേം പട്ടണം ഉപരോധിച്ചു. അപ്പൊ 20-ാം വാക്യത്തിൽ ശബത്ത് വരുവാനിരിക്കുന്ന മഹാപീഡയുടെ കേന്ദ്ര ബിന്ദു, അതായത് ഇസ്രായേൽ ദേശം എന്നതുമായിരിക്കുന്നതിന്റെ മറ്റൊരു സൂചനയാണ്. അതുപോലെ ശബത്തിൽ 1 കിലോമീറ്റർ കുറഞ്ഞ ദൂരം സഞ്ചരിക്കാൻ മാത്രമേ യഹൂദ മത നേതാക്കന്മാർ ജനങ്ങളെ അനുവദിച്ചിരുന്നുള്ളൂ. ഭാവിയിലെ ആ നാളുകളിൽ ഇസ്രായേലിൽ വാഹനയാത്ര സൗകര്യമെല്ലാം ശബത്തിൽ നിർത്തലാക്കുവാൻ സാധ്യതയുണ്ട് എന്നും അവിടെ നമുക്ക് അതിന്റെ ചരിത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോ അതാണ് അവിടെ നമ്മൾ കാണുന്ന യഹൂദയിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്നതിന്റെ പ്രധാനമായ, യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്നതിന്റെ പ്രധാനമായ കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കും, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളതെല്ലാം എടുക്കേണ്ടതിന് ഇറങ്ങരുത്. അല്ലെ? നമ്മൾ 2018 വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ പല ആളുകളും പല സാധനങ്ങളും ഇട്ട് ഓടേണ്ടി വന്നു. അല്ലെ? ഒന്നും എടുക്കാൻ പോലും ഒത്തില്ല. ആ വെള്ളപ്പൊക്കത്തിനിടയിൽ ഒരു സാധനം പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ വെള്ളം ഇങ്ങനെ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളവ എടുക്കേണ്ടതിന് ഇറങ്ങിപ്പോകരുത്. അല്ലെ? ലോത്തിന്റെ ഭാര്യയെ പോലെ അയ്യോ സമ്പത്തൊക്കെ പുറയിൽ ഉപേക്ഷിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് പുറകോട്ട് നോക്കി ഉപ്പുതൂണായി പോയി. പുറകോട്ട് നോക്കരുതെന്ന കർത്താവ് ദൈവം പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും എന്ത് സംഭവിച്ചു? അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതിന്റെ പറഞ്ഞ ഉപ്പുതൂണായി പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. അതുപോലെ 18-ാമത്തെ വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങി പോകരുത്. അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്, അക്കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ പിന്നെ പറയുകയാണ്, എന്നാൽ അപ്പൊ അവിടെ നമ്മൾ വായിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാന നാളുകളിൽ ഇവയൊക്കെ സംഭവിക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അല്ലേ? അപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ്? വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോരുത്. അക്കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അയ്യോ കഷ്ടം. എന്നാൽ 20-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, ലോകാരംഭം മുതൽ. അല്ലേ? ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണ്? വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഷ്ടതകളും ദുരിതങ്ങളും സ്വാഭാവികമായി അതിനോട് സാമ്യമുള്ളതായിരിക്കുമെങ്കിൽ നാം അതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. പതിനാറാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അവിടെ കാണുന്നു 33-ാമത്തെ വാക്യം.
33 നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമാണ്. പ്രവൃത്തികൾ 14:22 നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 14:22 വരുമ്പോ, അപ്പോസ്തല പ്രവൃത്തികൾ 14:22 14 അധ്യായം 22 വാക്യത്തിൽ 22 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 22 വാക്യത്തിൽ വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അല്ലെ? ഇപ്പോഴത്തെ പല പഠിപ്പീരുകളും എന്താണ്? സമൃദ്ധിയിലൂടെ ദൈവരാജ്യത്തിലൂടെ കിടക്കുക എന്നൊക്കെ പറയുന്നത്. സമൃദ്ധി നേടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കും, കഷ്ടവും പ്രയാസവും ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് ഇപ്പോഴത്തെ പഠിപ്പീര്. സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹവും മാത്രമേ ഉള്ള പഠിപ്പീരുകളാണ് ഇന്ന് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനേകം കഷ്ടങ്ങളിലൂടെ വേണം ദൈവരാജ്യത്തില് പ്രവേശിക്കുവാനായിട്ട് എന്ന് അവിടെ പറയുകയാണ്. 1 തെസ്സലോനിക്കർ 3 അധ്യായം 3-4 വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 3 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് തെസ്സലോനിക്കർ 3 അധ്യായം 3 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 3 അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ മുമ്പൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട്. അപ്പം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയിരിക്കുകയാണ്, കഷ്ടമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് കഷ്ടമില്ല എന്ന് പ്രവചിക്കുന്ന അപ്പോസ്തലന്മാരെന്ന് പറയുന്ന സ്വയം അപ്പോസ്തലത്വം പ്രാപിച്ച ആൾക്കാർ പറയുന്നത് എന്താണ്? കഷ്ടമില്ല എന്നാണ്. പക്ഷെ കഷ്ടമുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ ആ വചനത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതാണ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ട് ഇനിമേൽ സംഭവിക്കുന്നതും ആയ വലിയ കഷ്ടം എന്ന് അവിടെ രഹിതം. വലിയ കഷ്ടം എന്ന് പറയുമ്പോൾ ഉപദ്രവമാകാം, പീഡനമാകാം, സമ്മർദ്ദമാകാം, എന്നീ അർത്ഥങ്ങളാണ് അതിന്റെ ഗ്രീക്ക് പദത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടാകാം. ഇവയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 22 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അപ്പം ആ നാളുകൾ ചുരുങ്ങുമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം തങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ചെയ്യുവാൻ സാധാരണ ദുഷ്ടന്മാർക്ക് സമയമുണ്ടായിരിക്കുകയില്ല. തന്റെ പ്രത്യേക ജനത്തിന് വേണ്ടി, അതായത് വൃതന്മാർക്ക് വേണ്ടി ഭൂമിയിലെ പ്രവൃത്തികളും സമയങ്ങളും നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പം നാളുകളെ ചുരുക്കുവാനായിട്ട് കർത്താവിന് കഴിയും, അല്ലേ? അപ്പൊ അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പൊ അവിടെ കർത്താവുണ്ട്, ഇവിടെ കർത്താവുണ്ട് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരുത്. ഇപ്പോഴത്തെ ഈ രോഗശാന്തി വരപ്രാപ്തന്മാരുടെ ഒക്കെ ഹെഡിങ്ങുകളിലൊക്കെ എഴുതിയിരിക്കുന്ന ഇവിടെ കർത്താവ് ഉണ്ടെന്നാണ്, അല്ലേ? ഇവിടെ കർത്താവ് വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. കർത്താവ് വന്ന് സൗഖ്യം നടത്തുമെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ അവിടെ വരുന്ന ഒരു രോഗികളെ പോലും സൗഖ്യമാക്കാനുള്ള കഴിവ് ആ പ്രസംഗിക്കുന്ന ആൾക്കുണ്ടാവില്ല. കാരണം എന്താ?
അയാൾ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. കുറെ ആളുകളെ പൈസ കൊടുത്ത് നിർത്തിയിട്ട് അവരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവരോട് പ്രവചിച്ച് കാണിക്കുക, മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ മണ്ടന്മാരാക്കുന്ന പരിപാടി. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇവർ ഏറ്റവും വലിയ സവിശേഷകരാണെങ്കിലും ഏറ്റവും വലിയ പ്രവാചകരാണെങ്കിലും ആ പന്തിയിലിരിക്കുന്ന 1 മുതൽ 50 വരെയുള്ള സീറ്റുകളിൽ ഇരിക്കുന്ന എന്തുകൊണ്ട് 1 മുതൽ 50 വരെയുള്ള സീറ്റിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് പ്രവചിക്കുന്നില്ല? 1 മണിക്കൂറിനൊരു സമയമില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് പ്രവചിക്കാത്തതെന്നാ പറയുന്നത്. അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർക്ക് രോഗശാന്തി വരമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിലോ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കാൻ ഇവർക്ക് കഴിയുമോ? കഴിയത്തില്ല. അതൊന്നും ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റേജുകളിൽ മാത്രം കുറെ ആളുകളെ അവർ കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവർക്ക് രോഗമുണ്ടെന്ന് പറയും, അവരോട് പറയും അഭിനയിച്ചോളാൻ പറയും. അതല്ലാതെ ഇതൊക്കെയും എന്താണ് ഇന്നത്തെ ആളുകളെ പറ്റിക്കുന്ന ഒരു തരം അവരുടെ പണമുണ്ടാക്കുന്ന ഒരു വേലയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്ന സുവിശേഷം. അതുകൊണ്ടാണ് ക്രിസ്തു അവിടെ ഉണ്ട്, ഇവിടെ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് സൗഖ്യം തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിക്കുന്ന ഒരു കൂട്ടം. ഇത് കുറെ കാലമായിട്ട് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നതാണ് അല്ലെ. കുറെ കഴിയുമ്പോഴത്തേക്കും നടക്കുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും അവർ സ്വയമായിട്ട് അത് ഇട്ടേച്ച് വേറെ എവിടെയെങ്കിലേക്കൊക്കെ മാറും. അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ ഉള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയിൽ സുലഭമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും സുലഭമാണ് അല്ലേ. വേറെ നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കരമായിട്ട് സുപരിചിതരാണ്. കേരളത്തിൽ മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ. മറ്റു ദേശങ്ങളിൽ ഈ പരിപാടി നടക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കേരളത്തിൽ മാത്രം ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സുവിശേഷം 24-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ആക്ടിങ് ഒക്കെ മാറി ചില എന്താ പറയാ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവസാന നിമിഷം വരുമ്പോൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും. ഇപ്പൊ എല്ലാവർക്കും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നവരെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ കുറെ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം അതിനൊന്നും നടക്കുന്നില്ല, പഴയ പോലെ ഒന്നും ഫലിക്കുന്നില്ലാത്തത് കൊണ്ട് ആരും എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. കുറെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് കുറെ നേരം അവനിപ്പോ അയാളുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോ അവിടെ ചെന്നു ഞാനൊരു 1.5 വർഷം 2 വർഷം നിന്ന് 3 വർഷം നിന്ന് കഴിയുമ്പോൾ പറയും ഇവിടെ ഒന്നും കാര്യത്തൊക്കെ ഒന്നുമില്ല, ഇതൊക്കെ വെറും ഒരു പ്രദർശനം മാത്രമാണ്. എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടത്. എന്നോട് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ ഞാനിതെല്ലാം കേട്ടു. പല ആളുകളും അവിടെ പോയിട്ട് പ്രയോജനമൊന്നുമില്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഞങ്ങൾ 2-3 വർഷം അവിടെ പോയി, യാതൊരു നേട്ടവും ഞങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടായില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ സ്റ്റേജ് ഷോ കാണാൻ പോകുന്ന ആൾക്കാര് അല്ലേ. കാരണം പലതരത്തിലുള്ള പ്രവചനങ്ങളാ. ഇന്ന് ഞാൻ വാലല്ല തലയാക്കും പറയുന്ന പ്രവചനങ്ങൾ നടത്തി ഏറ്റവും വലിയ പണക്കാരനാക്കും, ഏറ്റവും വലിയ വ്യക്തിത്വമാക്കും, അമേരിക്കയിൽ വിടും, ഓസ്ട്രേലിയ വിടും, എല്ലാത്തിലും വിടും. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മതി എന്നാ പറയുന്നത്. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിടും, ഞങ്ങൾ വിടത്തില്ല, ഞങ്ങൾ പറഞ്ഞത് നടക്കും എന്ന് പറയുന്ന ഒരുപാട് പേര്. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ഈ പറയുന്ന മോട്ടിവേഷൻ തിയറികൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ഈ മോട്ടിവേഷൻ തിയറികളൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമ്പോഴത്തേക്കും കുറെ നാൾ മദ്യമൊക്കെ വിട്ട് കുറെ നാള് നല്ല ജീവിതം നയിക്കുമ്പോൾ ഒരു ക്രമമൊക്കെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പം ജീവിതത്തിൽ ഒരു എന്താ പറയാ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാകും ആളുകൾക്ക്. അപ്പം കുറെ നാളുകള് മദ്യത്തിന്റെ പുറകെയും മറ്റ് സാധനങ്ങളുടെയൊക്കെ പുറകെ പോയി ജീവിതം അവസാനിച്ചിരിക്കുന്ന ഒരു യുവാവിന് കുറച്ച് മോട്ടിവേഷൻ തിയറി കിട്ടുമ്പോൾ അവൻ കുറച്ച് എന്താണ് കാര്യപ്രാപ്തിയായി ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും, കുറച്ച് കാശൊക്കെ വരും, കുറച്ച് നല്ല ജീവിതമൊക്കെ അവൻ ഉണ്ടായി കഴിയുമ്പോൾ ഇവർ പറയും എന്ത് ചെയ്യും, ഞങ്ങളുടെ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയണം. കാരണം എന്താ, ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായത്.
പക്ഷേ കുറെ നാൾ ഇത് നിൽക്കും. കുറെ നാൾ നിന്ന് കഴിയുമ്പോഴത്തേക്കും, കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും ഇയാൾക്കും മടുക്കുമ്പോ അയാൾ അവിടുന്ന് വിട്ടുപോകും. അയാൾ വീണ്ടും പഴയ ജീവിതം തുടങ്ങും, തകരും, അവിടുന്ന് അത് നിർത്തും. അങ്ങനെ എല്ലാം ഈ പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷത്തിൽ പോകുന്ന 100-99% ആളുകൾക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയും വൃദ്ധന്മാരെ തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. കാരണം ചുമ്മാ അത് രോഗികൾ സൗഖ്യമായെന്ന് ഇവര് പറയുന്ന ഒരു രോഗവും സൗഖ്യമാകുന്നില്ല. ഇവർക്കൊരു ക്യാൻസർ സൗഖ്യമാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഒരു ബ്രെയിൻ ട്യൂമർ സൗഖ്യമാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഇതൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ചെറിയ ഏതോ മുഴ സൗഖ്യമായി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതിനെ പിടിച്ചു വെച്ച് അത് സൗഖ്യമായി എന്ന് പറയും. ചുമ്മാതെ അങ്ങ് പറയുകയാണ്. അപ്പൊ ചിലർ പറയും നിങ്ങളുടെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അത് ദൈവം എന്നെ കാണിക്കുന്നു. അപ്പൊ അയാൾ പറയുമ്പോ പറയും അയ്യോ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല, നിങ്ങൾ വേറെ എന്തോ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ആ പ്രവചനവും പാളുന്ന കാഴ്ചയും നമ്മൾ ചില വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും വൃതന്മാരെ തെറ്റിപ്പാൻ ഇങ്ങനെ ഓരോ കള്ള അത്ഭുതങ്ങൾ കാണിക്കും, കള്ള അടയാളങ്ങൾ കാണിക്കും. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാലങ്ങളിൽ കർത്താവിന്റെ രാജ്യത്തേക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്ഭുതങ്ങളുടെ പുറകെ പോകാതെ, അടയാളങ്ങളുടെ പുറകെ പോകാതെ, അല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ അത്ഭുതം കണ്ടിട്ട് ഒത്തിരി പേര് കർത്താവിന്റെ കൂടെ അനുഗമിച്ചു. പക്ഷെ ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞപ്പോ ഒറ്റ മനുഷ്യനും കർത്താവിന്റെ കൂടെ നിൽക്കാനില്ല. അവരെന്ത് ചെയ്തു? വിട്ടുപോയി. കാരണം ശിഷ്യന്മാര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ പറയുന്നത്? കാരണം നിന്നിൽ ജീവനുള്ള വചനങ്ങൾ നിത്യജീവനിലേക്കുള്ള മൊഴികൾ നിന്റെ കയ്യിലുണ്ട് എന്ന് പത്രോസ് വിളിച്ചു പറയുന്ന ആ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം? നിത്യജീവന്റെ മൊഴികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലേ ഉള്ളൂ. കാരണം വേറെ എങ്ങും പോയാലും കിട്ടുകയില്ല. അത്ഭുതങ്ങൾ നോക്കി അടയാളങ്ങൾ നോക്കി പോകുന്നവർ എന്ത് ചെയ്യും? തകർന്നു പോകും. കാരണം കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമ്പോൾ മൃതന്മാരെ തെറ്റിപ്പാൻ വലിയ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുകയും ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇനി പറഞ്ഞ് അനുസരിക്കേണ്ട കാര്യം ആരാണ്? നിങ്ങളാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒമ്പതാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുമ്പോൾ അവിടെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതിരിക്കാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പൊ എന്താണ്? പോഷ്ക് വിശ്വസിക്കുകയാണ്, അല്ലെ? കള്ളപ്രവാചകന്മാർ പറയുന്ന പോഷ്ക് വിശ്വസിക്കുവാനായിട്ട് ഇടവരികയാണ് എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-13 നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് 13 നമ്മൾ വായിക്കുമ്പോ 13 13 രേഖപ്പെടുത്തിയിരിക്കുന്നത്
അത് മനുഷ്യർ കാണുക, ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തീ ഇറങ്ങുവാൻ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച് മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അപ്പം ഈ കള്ളം ഈ പറയുന്നത് ഈ പറയുന്നത് അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണ്, ആന്റിക്രൈസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന? മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളം കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റ് ജീവിച്ച് മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഭൂവാസികളോട് പറയും, മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാനായിട്ട് ഭൂവാസികളോട് പറയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ, അപ്പം മൃഗം വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മൃഗത്തിനും അത്ഭുതങ്ങൾ കാണിക്കാം എന്നുള്ള കാര്യവും അവിടെ കാണുന്നു. 16:14 നമ്മൾ വരുമ്പോൾ, ഉൾപ്പെടെ പുസ്തകം 16:14 വരുമ്പോ 16:14 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവ സർവഭൂതത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതം ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പൊ എന്താണ്? ഭൂതാത്മാക്കളാണെന്നാണ് പറയുന്നത്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ അവിടെ നമ്മൾ ഇവ സർവഭൂതത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർന്ന് അത്ഭുതം ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പോ അവിടെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കണം, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊള്ളുന്നവനും ഭാഗ്യവാൻ. അല്ലേ? വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവന് വരുന്ന ഒരു ഗതിയാ പറയുക, ഞാൻ കള്ളനെ പോലെ വരും. കർത്താവ് യേശുക്രിസ്തു പറയാണ്, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുവാൻ നഗ്നനായി നടപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊള്ളുന്നവനും ഭാഗ്യവാൻ. അപ്പൊ നമുക്ക് നമ്മളൊക്കെ എന്താണ്? യേശു കർത്താവിനെ ധരിച്ചവരാണ്, അല്ലെ? ധരിക്കാനുള്ള സ്നാനം സ്വീകരിച്ചവരാണെങ്കിൽ അപ്പൊ ധരിച്ച് ആ ഉടുപ്പ് സൂക്ഷിക്കണം. ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. ഇതിന്റെ ഒന്നും പുറകെ പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ വിശ്വസിച്ച് കടന്നു പോവാൻ നമുക്ക് കഴിയണം. വെളിപ്പാട് 19:20 നമ്മൾ വായിക്കുന്നു. 19-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ കാണുന്നു, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാമത്തെ വാക്യം, മൃഗത്തെയും അതിനു മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പൊ അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയാണ് മൃഗത്തെ നമസ്കരിച്ചവരെയും മൃഗത്തെയും ഉൾപ്പെടെ എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും? കള്ളപ്രവാചകനെയും കൂടി പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പൊ അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം പ്രതിമയെ നമസ്കാരം ചെയ്ത കള്ളപ്രവാചകന്മാരെയും പിടിച്ചു കൂട്ടി ഇരുവരെയും എന്ത് ചെയ്യും? ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പൊ അവർക്ക് ശിക്ഷ വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് മാത്രം ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന് അർത്ഥമാക്കേണ്ടതില്ല, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, അല്ലേ? കർത്താവിന്റെ നാളിൽ അവർ പറയുമെന്നാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്? എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് അവന്റെ ഇഷ്ടം? അവനെ അയച്ചവനിൽ വിശ്വസിക്കുക, അവന്റെ ജലത്തിന്റെ വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക,
ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. അതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് മാത്രം ദൈവത്തിൽ ഐക്യപ്പെട്ടവരെന്ന് അർത്ഥമാക്കുന്നത്. വേദപുസ്തക പ്രകാരമുള്ള സത്യം അവർ പ്രസംഗിക്കുന്നെങ്കിൽ അവരിൽ സത്യമില്ല. അവരുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും കബളിക്കൽ മാത്രമാണ്, കബളിപ്പിക്കൽ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കാരണം മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, നമ്മള് 7-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ാമത്തെ 21 വാക്യത്തിലൂടെ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന. കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കും, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയെന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരും എന്നെ വിട്ടുപോകുവീനെന്ന് തീർത്തും പറയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരുന്നു. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യമാവുന്നു. വൻമഴയെ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളത് വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ മണലിന്മേൽ വീണ് പണിത മനുഷ്യനോട് തുല്യമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? കള്ളപ്രവാചകന്മാർക്ക് രക്ഷയില്ല. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുക, എന്നാൽ ശിമോൻ എന്നു പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോകുന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാവുന്നു എന്ന് പറഞ്ഞ് അപാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം വരെ ഭ്രമിപ്പിക്കുകയല്ല, അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരായത് യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 13-ന്റെ 6 നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ന്റെ 6, 13-ാം അധ്യായം 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവർ ദ്വീപിൽ കൂടി പഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വൃതന്മാർ ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യം ഗ്രഹിക്കുവാൻ പരിജ്ഞാനം പ്രാപിച്ചവരാണ്. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. കാരണം ദൈവാത്മാവിൽ നമ്മൾ ഇവരെയെല്ലാം തിരിച്ചറിയണം. അതിനുള്ള പ്രാപ്തി കർത്താവിൽ നിന്ന് സ്വീകരിക്കുവാൻ എല്ലാ ദൈവമക്കൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹപ്രദമായെങ്കിൽ എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.